ഡാനി, കോതമംഗലം SHOയെ വെല്ലുവിളിക്കുകയും ജീവന് ഭീഷണി ഉയർത്തുകയുമൊക്കെ അർജുൻ ആയങ്കി ചെയ്തിരുന്നു. ഇതിനെ തുടർന്ന് കേസും എടുത്തിരുന്നു. ഇതിനൊക്കെ ഒടുവിലാണ് ഇപ്പോൾ സിനിമാ സ്റ്റൈലിൽ ഇന്നലെ പുലർച്ചെ 2:30 ഇങ്ങനെ ഒരു അറസ്റ്റ് ഉണ്ടായത്. ഈ കേസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? സേറ, ഇവിടെ എറണാകുളം റൂറൽ SP, അതായത് ആലുവ SP, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ സ്റ്റീൽ ബേർഡ് എന്ന ഈ ഒരു പരിപാടി നടക്കുന്നുണ്ട്. അതായത് ഈ കുറ്റവാളികളെ ട്രേസ് ചെയ്യുക, കുറ്റകൃത്യങ്ങളുടെ പശ്ചാത്തലമുള്ളവരെ കണ്ടെത്തുക, ഇത്തരം കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഈ ഗുണ്ട പ്രവർത്തനങ്ങൾക്കെതിരായ ഒരു അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു സെർച്ച് പരിപാടികളാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ജില്ലയുടെ വിവിധ ഇടങ്ങളിൽ അത്തരം ഈ കുറ്റവാളികൾ അവർ സംഘം ചേരുക, തടയുക, ആ രീതിയിലുള്ള പരിശോധനകൾ പല ഭാഗങ്ങളിലും തന്നെ നടന്നിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോതമംഗലം പുന്നിക്കേട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു റിസോർട്ടിൽ ഈ അർജുൻ ആയങ്കി അതോടൊപ്പം തന്നെ ക്രിമിനൽ പശ്ചാത്തലമുള്ള മറ്റ് 5ഓളം പേർ തമ്പടിച്ചിരിക്കുന്നതായിട്ടുള്ളൊരു വിവരം കിട്ടുന്നത്. തുടർന്ന് ഊന്നുകൽ സബ് ഇൻസ്പെക്ടറും കോതമംഗലം SHOയും എല്ലാം ചേർന്നുള്ളൊരു പരിശോധന അവിടേക്ക് നടത്താനായിട്ട് തീരുമാനിക്കുകയും ഇവരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. ഇവരിൽ നിന്ന് ഏതാണ്ട് 5ഓളം പേരെയാണ് ഇതിൽ, ഇയാൾ ഉൾപ്പെടെ, അർജുൻ ആയങ്കി ഉൾപ്പെടെയുള്ള 5ഓളം പേരെയാണ് ഇതിൽ പിടികൂടിയത്. എല്ലാവരും തന്നെ കുറ്റകൃത്യങ്ങളുടെ പശ്ചാത്തലമുള്ളവരാണ്. അർജുൻ ആയങ്കിക്ക് മേൽ തന്നെ നിരവധിയായ കേസുകളുണ്ട്. അതോടൊപ്പം തന്നെയാണ് മറ്റുള്ളവരും ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകൾ തന്നെയാണ്. കൊച്ചിയിലും അതോടൊപ്പം തന്നെ മറ്റു പരിസരങ്ങളിലുമുള്ള ആളുകൾ തന്നെയായിരുന്നു ഇവരെല്ലാം ഉണ്ടായിരുന്നത്. ഇവരെ കസ്റ്റഡിയിലെടുക്കുകയും പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തെങ്കിലും അടുത്തതിന് ജാമ്യം ലഭിച്ച് അവർ പുറത്തു വരികയും ചെയ്തു. ഇതിന് ശേഷമാണ് ഈ അറസ്റ്റിനും അതോടൊപ്പം തന്നെ ഈ പരിശോധനകൾക്കുമെല്ലാം നേതൃത്വം നൽകിയ ഊന്നുകൽ സബ് ഇൻസ്പെക്ടർ അതോടൊപ്പം തന്നെ കോതമംഗലം SHO എന്നിവർക്കെതിരെയുള്ള പോസ്റ്റുകളുമായിട്ട് ഇയാൾ രംഗത്ത് വരുന്നത്. ഈ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലുമായിട്ട് ഇയാളുടെ പോസ്റ്റുകൾ വന്നു. അത് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിക്കുന്നതാണ്. ഇവർക്കെതിരെ കാണിച്ചു തരാമെന്നുള്ള രീതിയിലുള്ള പോസ്റ്റുകൾ പുറത്തു വന്നതോടുകൂടിയാണ് ഇവർക്കെതിരെ പിന്നീട് പോലീസ് പരിശോധനയിലേക്ക് നീങ്ങുന്നത്. പക്ഷേ അപ്പോഴേക്കും ഇവരെ ഈ കോതമംഗലത്ത് നിന്നും ആ സ്ഥലം വിട്ടിരുന്നു. പിന്നീട് അടുത്തൊരു കേസ് വരുന്നത് ആലുവ സൈബർ പോലീസ് കേസെടുത്തു. അത് ആഭ്യന്തരമന്ത്രി ഉൾപ്പെടെയുള്ളവർക്കെതിരെയുള്ള ഈ ഒരു ഭീഷണി പശ്ചാത്തലം, അതോടൊപ്പം തന്നെ പോലീസുകാർക്കെതിരെയുള്ള ഭീഷണി, ഇതെല്ലാം മുൻനിർത്തിക്കൊണ്ടുള്ള രീതിയിലായിരുന്നു മൂന്നാമത്തെ സൈബർ കേസ് എടുക്കുക. അങ്ങനെ എറണാകുളം ജില്ലയിൽ പുതുതായി 3 കേസുകൾ കൂടി ഇയാൾക്കെതിരെ എടുക്കുകയും ചെയ്തു. ഇതിനുശേഷം പിന്നീട് ഒളിയിടങ്ങളിലേക്ക് പോവുകയും നമുക്കറിയാവുന്നതുപോലെ വലിയ രീതിയിലുള്ള ഭീഷണി മുഴക്കുകയും എല്ലാം തന്നെ ചെയ്യുകയാണ് ഉണ്ടായത്. എന്തായാലും കേസിന് തുടക്കമിടുന്നത് അതായത് പുതിയ കേസുകൾക്ക് തുടക്കമിടുന്നതും ഇപ്പോൾ നടക്കുന്ന ഈ നാടകീയ സംഭവങ്ങളിലേക്കെല്ലാം തന്നെ കടന്നു പോകുന്നതും കോതമംഗലത്ത് നടത്തിയ ഈ പരിശോധനയുടെ ഭാഗമായിട്ടായിരുന്നു. കോതമംഗലത്തെ പോലീസ് ഇപ്പോഴും പറയുന്നത് ഈ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഇവർ അർജുൻ ആയങ്കിയോടൊപ്പമുള്ള പുതിയ ആസൂത്രണത്തിൽ തന്നെയായിരുന്നു. പുതിയ കുറ്റകൃത്യങ്ങൾക്ക് വേണ്ടിയാണ് ഇവർ ഒത്തുകൂടിയത്. അതിൻ്റെ ആസൂത്രണം തന്നെയായിരുന്നു അവിടെ നടന്നിരുന്നത്. കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അവിടെ പരിശോധന നടത്തിയത് എന്നതെല്ലാം തന്നെ പറയുന്നു. ഇവരും അത്തരം ഒരു പരിശോധന പ്രതീക്ഷിച്ചില്ല. തീർത്തും അപ്രതീക്ഷിതമായൊരു സാഹചര്യമായിരുന്നു. മുഴുവൻ പേരെയും തന്നെ പോലീസ് പിടികൂടുകയും ചെയ്തു. പക്ഷേ അവർക്ക് പിന്നെ ജാമ്യം ലഭിക്കുകയാണ് ഉണ്ടായത്. ജാമ്യം ലഭിച്ചതോടെ ഇവർ കൂടുതൽ ഈ അർജുൻ ആയങ്കി കൂടുതൽ പ്രകോപിതനാവുകയും ഇവർക്കെതിരെ തിരിയുകയായിരുന്നു. എന്ത് കാരണത്താലാണ് ഞങ്ങളെ അറസ്റ്റ് ചെയ്യുന്നത് എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു. അത് പിന്നീട് സമൂഹ മാധ്യമങ്ങളിലാവുന്നു. ഉദ്യോഗസ്ഥരെ അടക്കം ഭീഷണിപ്പെടുത്തി ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുകയും ചെയ്യുന്നു. ഇതാണ് ഇവിടെ നിന്നുണ്ടായ ഒരു കേസുകളുടെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത്. ഇപ്പോൾ മനസ്സിലാക്കുന്നതനുസരിച്ച് കോതമംഗലത്ത് നിന്നുള്ള പോലീസ് സംഘം കണ്ണൂരിലേക്ക് ഈ അറസ്റ്റ് വിവരം അറിഞ്ഞതിനെ തുടർന്ന് അങ്ങോട്ട് പോയിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. സ്വാഭാവികമായി അവർ കസ്റ്റഡിയിൽ ആവശ്യപ്പെടും. പക്ഷേ അതിന് മുൻപായിട്ട് കണ്ണൂരിലും അടക്കം കേസുകൾ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ അവിടെ മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കിയതിന് ശേഷമായിരിക്കും അതിൻ്റെ ഒരു തുടർ നടപടികൾ സ്വീകരിക്കുക. റിമാൻഡിലേക്ക് പോകുമോ അതോ അടുത്ത ദിവസമാണോ കസ്റ്റഡിയെ അപേക്ഷ അനുവദിക്കുക എന്നതടക്കമുള്ള കാര്യങ്ങൾ തീരുമാനമാകാനുണ്ട്. ഏതായാലും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടന്നിരുന്ന നാടകീയ സംഭവങ്ങൾ അത് താൽക്കാലികമായെങ്കിലും അവസാനിക്കുകയാണ്. കാരണം പോലീസിനെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ട്, ഒരു വേള ആഭ്യന്തര വകുപ്പിനെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് ഇതിൽ ഒളിയിടം തുടർന്ന ഒരാളാണ് അർജുൻ ആയങ്കി. അത് പോലീസിനെ പരിശോധനകൾ ഒരു ഭാഗത്ത് നടക്കുമ്പോഴും വളരെ
എളുപ്പത്തിൽ തന്നെ പൊതുമധ്യത്തിൽ പ്രത്യക്ഷപ്പെടുകയും പിന്നീട് സമൂഹ മാധ്യമങ്ങൾ തുടർച്ചയായി പോസ്റ്റുകൾക്ക് മറുപടി പറയും, കമൻറ്റുകൾക്ക് പോലും വെല്ലുവിളി സ്വഭാവം നിറഞ്ഞ മറുപടികൾ നൽകിയുമാണ് അർജുൻ ആയങ്കി ചെയ്തിരുന്നത്. അപ്പോൾ പോലീസിന് സംശയങ്ങളുണ്ട്, ഇത് ഇയാൾ ചെയ്തിരുന്നതാണോ അതോ ഇയാൾക്ക് വേണ്ടി മറ്റാരെങ്കിലും സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പോലീസിനെ വഴിതെറ്റിക്കുകയാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസിന് സംശയമുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ അർജുൻ ആയങ്കി പിടിയിലായിരിക്കുന്നു. കണ്ണൂരിലെ നടപടികൾക്ക് ശേഷം കൊച്ചിയിൽ എടുത്തിരിക്കുന്ന കേസുകളുടെ തുടർ നടപടികൾക്കായിട്ട് കസ്റ്റഡിയിൽ വാങ്ങുമെന്ന് തന്നെയാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. സൈറ. അതെ ഡാനി ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഇന്നലെ കണ്ണൂരിൽ നിന്നാണ് പുലർച്ചെ 2:30 ഇദ്ദേഹത്തെ പിടികൂടിയത്. ഇനിയിപ്പോൾ കോതമംഗലത്തേക്ക് കൊണ്ടുവരുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അവിടെ എത്തിച്ചതിന് ശേഷമുള്ള തുടർ നടപടികൾ എന്തെല്ലാമായിരിക്കും എന്നുള്ള വിവരങ്ങളുണ്ടോ? ഇപ്പോൾ പോലീസ് സംഘം കണ്ണൂരിലേക്ക് പോയിട്ടുണ്ട്. പോലീസിന് വിവരം കിട്ടുന്നത്, അതായത് ഇന്ന് പുലർച്ചയോടുകൂടിയാണ് ഇയാൾ പിടിയിലായി എന്നുള്ള സൂചനകളിലേക്ക് വരുന്നത്. അതിനുശേഷം പോലീസ് സംഘം ഇവിടെ നിന്ന് കോതമംഗലത്ത് നിന്ന് പോലീസ് തിരിച്ചിട്ടുണ്ട്. കണ്ണൂരിലെ നടപടികൾ എന്താണോ അത് പൂർത്തിയാക്കിയതിന് ശേഷമായിരിക്കും കൊച്ചിയിലേക്ക് വരിക എന്നതാണ്, അതായത് കോതമംഗലത്തേക്ക് എത്തിക്കുക എന്നതാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. കാരണം അവിടെ മജിസ്ട്രേറ്റ് മുൻപാകെ സ്വാഭാവികമായും ഹാജരാക്കേണ്ടതുണ്ട്. അതിനുശേഷം അത് അവിടെ റിമാൻഡിലാണോ കസ്റ്റഡിയിലേക്കാണോ, കസ്റ്റഡി അപേക്ഷ ഒരുമിച്ച് നൽകുമോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. കണ്ണൂരിലടക്കം കേസുകൾ നിലനിൽക്കുന്നത് കൊണ്ടുള്ളൊരു സാഹചര്യത്തിലാണ്. എന്തായാലും കോടതി മുൻപാകെ മജിസ്ട്രേറ്റിൻ്റെ വീട്ടിലായിരിക്കും സ്വാഭാവികമായി ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഹാജരാക്കുമ്പോൾ അവിടെ ഹാജരാക്കുമ്പോൾ കസ്റ്റഡി അപേക്ഷകളടക്കം സമർപ്പിക്കുകയും പോലീസിൻ്റെ ഒരു ആവശ്യം മുന്നിൽ സമർപ്പിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം മറ്റ് തടസ്സങ്ങളില്ലെങ്കിൽ ഒരുപക്ഷെ ഈ കസ്റ്റഡി അപേക്ഷ ഇന്ന് പരിഗണിച്ച് ഒരുപക്ഷെ കോതമംഗലം പോലീസിൻ്റെ കസ്റ്റഡിയിലേക്ക് വിടാനുള്ള സാധ്യതയുണ്ട്. അഥവാ റിമാൻഡിലേക്ക് ഒരു ദിവസത്തിന് ശേഷം റിമാൻഡിലേക്ക് പോയി അതിനുശേഷം കസ്റ്റഡി അപേക്ഷ നൽകുക എന്നത് കാര്യങ്ങളിലെല്ലാം തന്നെ തീരുമാനമാകാനുണ്ട്. വരും മണിക്കൂറുകളിൽ തന്നെ അത് ഏതാണ്ടും അതിനെക്കുറിച്ചൊരു കൃത്യമായ രീതിയിലേക്ക് വിവരങ്ങൾ പറയാനായിട്ട് സാധിക്കും. എന്തായാലും കോതമംഗലം പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതിനുവേണ്ടി തന്നെയാണ് ഇവിടുന്ന് തിരിച്ചിരിക്കുന്നത്. അത് ഇന്നോ അടുത്ത ദിവസമോ എന്നത് മാത്രമാണ് ഇനി അറിയേണ്ടതുള്ളത്. ഇവിടെ എത്തിക്കുക, പിന്നീടുള്ള ഒരു തുടർ ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകും. പോലീസ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി എന്ന അടക്കമുള്ള കാര്യങ്ങളാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളിലുള്ളൊരു തുടർ നടപടികളിലേക്കെല്ലാം തന്നെ കടക്കുകയും ചെയ്യും. ശരി ഡാനി പോളാണ് കൊച്ചിയിൽ നിന്ന് നമുക്ക് കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്. സമാധാനമായി പെൻഷൻ വാങ്ങി ജീവിക്കാൻ അനുവദിക്കില്ലെന്നും കാക്കി അഴിപ്പിക്കണമെന്നൊക്കെയുള്ള രീതിക്കുള്ള ഭയങ്കര മാസ് ഡയലോഗ്സ് ഒക്കെയാണ് ഇദ്ദേഹം ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ പുറത്തുവിട്ടിരുന്നത്. എന്തായാലും ഒടുവിൽ പോലീസ് സേനയ്ക്ക് ഇദ്ദേഹം കീഴടങ്ങിയിരിക്കുകയാണ്. ഇനിയും ഒരുപാട് വാർത്തകളും വിശദാംശങ്ങളും ഒക്കെ വരാനുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.